മുസ്ലിം ലീഗിനോടുള്ള നിലപാടിനെ ചൊല്ലി സമസ്തയ്ക്കുള്ളിൽ തർക്കം മുറുകുന്നതിനിടെ ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് ചേരും. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതയും യോഗത്തിൽ ചർച്ചയാകും. പ്രവർത്തക സമിതി യോഗത്തിന് മുന്നോടിയായി ഭാരവാഹി യോഗം ഇപ്പോൾ ചേരുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ, യോഗം കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം എല്ലാ കാര്യത്തിലും. അതിനാണ് നമ്മൾ വന്നത്. ആനുകാലികമായിട്ട് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു. ശേഷം പ്രതികരിക്കാമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ പ്രതികരിച്ചത്. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, എന്തൊക്കെ ചർച്ചകൾ ഉണ്ടാകും യോഗത്തിൽ? ഉന്മേഷ്, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് കോഴിക്കോട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുസ്ലിം ലീഗ് നേതാക്കൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഭാരവാഹി യോഗമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രവർത്തക സമിതി ചേരുക. പ്രവർത്തക സമിതി രൂപീകരിച്ച ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം കൂടിയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യമാണ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ മുസ്ലിം ലീഗിനകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അത് വഖഫ് സ്വത്താണ് എന്ന് ആധികാരികമായി പറയുന്നില്ല. അതേസമയം തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീർ MP, അതുപോലെ K.M. ഷാജി ഉൾപ്പെടെയുള്ളവർ അത് വഖഫ് സ്വത്ത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം കൂടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലെ ലീഗ് ഹൗസിന് തൊട്ടുമുമ്പിൽ വലിയ രീതിയിൽ ഈ നേതാക്കളെ വിമർശിച്ചും പുകഴ്ത്തിയും ഒക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൽ K.M. ഷാജിയെ പുകഴ്ത്തുന്നു, അതോടൊപ്പം തന്നെ P.കെ. കുഞ്ഞാലിക്കുട്ടിയെയും അതുപോലെ സാദിഖ് അലി തങ്ങളെയും ഇകഴ്ത്തിക്കൊണ്ട് അവരുടെ നിലപാട് ശരിയായില്ല എന്നുള്ള വിമർശനത്തോടു കൂടിയുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സംസ്ഥയുമായി വലിയ അകൽച്ചയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആ ഒരു വേളയിൽ അതൊക്കെ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. എന്തായാലും വിശദമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകും. അക്കാര്യവും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷ്, പ്രധാനപ്പെട്ട വിഷയങ്ങളും സമകാലിക വിഷയങ്ങളും ഒക്കെ ചർച്ചയാകും എന്നാണ് നേരത്തെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.